കാർഷിക വാർത്തകൾ. നീലഗിരിയിലെ കുനൂർ തേയില ലേല വിപണിയിൽ തേയില വിലയ്ക്ക് വീണ്ടും കരുത്ത്. ബ്ലെൻഡർമാരുടെയും ആഭ്യന്തര വാങ്ങുന്നവരുടെയും ശക്തമായ വാങ്ങൽ താൽപര്യം ലേലത്തിൽ വില ഉയരാൻ കാരണമായി. നീലഗിരിയിലെ കുനൂർ തേയില ലേലത്തിൽ തേയില വില ഉയർന്നു. ബ്ലെൻഡർമാരും ആഭ്യന്തര വിപണിയിലെ വലിയ വാങ്ങുന്നവരും സജീവമായി രംഗത്തെത്തിയതോടെയാണ് വിലയിൽ വർധന രേഖപ്പെടുത്തിയത്. ഗുണമേന്മയുള്ള ലീഫ്, ഡസ്റ്റ് ഇനങ്ങൾക്ക് മികച്ച ആവശ്യകതയാണ് ലഭിക്കുന്നത്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാങ്ങൽ താൽപര്യം ശക്തമായതും വിപണിക്ക് പിന്തുണയായി. ഉൽപാദന ചെലവ് ഉയരുന്ന സാഹചര്യത്തിൽ വിലക്കയറ്റം തേയില കർഷകർക്കും തോട്ടമുടമകൾക്കും ആശ്വാസം പകരുന്നതായി വ്യാപാര വൃത്തങ്ങൾ വിലയിരുത്തുന്നു. വരുമാഴ്ചകളിലും വിപണി അനുകൂല പ്രവണത തുടരുമെന്ന പ്രതീക്ഷയിലാണ് തേയില മേഖല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ സംസ്ഥാനത്ത് മത്സ്യവില വീണ്ടും കുത്തനെ ഉയർന്നു. കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞതും കാലവർഷത്തിലെ മോശം കാലാവസ്ഥയും വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുകയാണ്. മത്തി ഉൾപ്പെടെ സാധാരണക്കാരുടെ പ്രധാന ഭക്ഷ്യ മത്സ്യങ്ങൾ പോലും കൈവിട്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതോടെ മത്സ്യവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായി. നിരോധനത്തിന് തൊട്ടുമുൻപ് തന്നെ മത്സ്യലഭ്യത കുറഞ്ഞതിനാൽ വില ഉയർന്നിരുന്നെങ്കിലും നിലവിൽ സാധാരണക്കാരുടെ പോക്കറ്റിന് താങ്ങാനാകാത്ത വിലയിലേക്കാണ് വില കുതിച്ചുയർന്നത്. മത്തിക്ക് കിലോയ്ക്ക് 340 മുതൽ 360 രൂപ വരെയും ചിലയിടങ്ങളിൽ 400 രൂപ വരെയും വില ഈടാക്കുന്നുണ്ട്. അയല, ചൂര, കണവ, ചെമ്മീൻ, കരിമീൻ എന്നിവയ്ക്കും പൊള്ളുന്ന വിലയാണ്. കടൽ മത്സ്യങ്ങൾക്ക് പുറമെ കായൽ മത്സ്യങ്ങളുടെയും വില വർദ്ധിച്ചിട്ടുണ്ട്. മത്സ്യവില ഉയർന്നതോടെ പല ഹോട്ടലുകളും മെനുവിൽ നിന്ന് മീൻ വിഭവങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കി തുടങ്ങി. വരും ദിവസങ്ങളിൽ മീൻകറിക്കും മീൻ വറുത്തതിനും വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. നിലവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് കടലിൽ പോകാൻ അനുമതിയുള്ളത്. എന്നാൽ മഴയും കടലിലെ മോശം കാലാവസ്ഥയും കാരണം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആവശ്യത്തിന് മത്സ്യം ലഭിക്കുന്നില്ല. കേരള തീരങ്ങളിൽ നിന്നുള്ള മീൻവരവ് കുറഞ്ഞതോടെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യമാണിപ്പോൾ വിപണിയിൽ കൂടുതലായി എത്തുന്നത്. ഇതും വിലക്കയറ്റത്തിന് കാരണമാകുന്നതായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യപ്രജനനം ഫലപ്രദമായി നടന്നാൽ മാത്രമേ നിരോധനത്തിന് ശേഷം മത്സ്യലഭ്യതയിൽ വർധനവുണ്ടാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വിലയിരുത്തൽ. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മത്സ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ പുഷ്പ വ്യവസായം റെക്കോർഡ് വളർച്ചയിൽ. എന്നാൽ പൂക്കളുടെ ഉൽപ്പാദനത്തിന് വലിയ സാധ്യതകളുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോഴും പ്രതിസന്ധി നേരിടുകയാണ്. രാജ്യത്തെ പുഷ്പ വ്യവസായം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. വിവാഹങ്ങൾ, ആഘോഷങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയിൽ പൂക്കളുടെ ഉപയോഗം വർദ്ധിച്ചതും കയറ്റുമതി വിപണി ശക്തമായതുമാണ് വളർച്ചയ്ക്ക് പിന്നിൽ. എന്നാൽ സമൃദ്ധമായ കാലാവസ്ഥയും വൈവിധ്യമാർന്ന പൂക്കളുടെ ഉൽപ്പാദനശേഷിയും ഉണ്ടായിട്ടും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കർഷകർ കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം, സംഭരണ സംവിധാനങ്ങളുടെ കുറവ്, വിപണിയിലേക്കുള്ള പ്രവേശനത്തിലെ തടസ്സങ്ങൾ എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങൾ. രാജ്യത്തിന്റെ പുഷ്പവിപണി വളരുമ്പോഴും വടക്കുകിഴക്കൻ മേഖലയെ വളർച്ചയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകത ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.